ഉരുൾപൊട്ടലുണ്ടായ വിലങ്ങാട് ദുരന്തഭൂമിയിൽ പഠനം തുടരുമെന്ന് നിയമസഭാ പരിസ്ഥിതി സമിതി. റഡാർ ഡ്രോൺ സംവിധാനം ഉപയോഗിച്ച് വിശദമായ പരിശോധന നടത്തും. കോഴിക്കോട് NITയിൽ നിന്നുള്ള സംഘം 2 ആഴ്ചയ്ക്കകം പരിശോധന നടത്തി പുനരധിവാസത്തിൽ തീരുമാനമെടുക്കും. കർഷകർക്ക് മതിയായ നഷ്ടപരിഹാരം ലഭിക്കാൻ പ്രത്യേക പാക്കേജ് നടപ്പിലാക്കാൻ സർക്കാരിന് ശുപാർശ ചെയ്യും. അഭിജിത്ത് മുഴക്കുന്ന് ചേരുന്നുണ്ട് വിവരങ്ങളുമായി കോഴിക്കോട്ട്. അഭിജിത്ത്, ഈ പഠനത്തിൻ്റെ സ്വഭാവം അത് ഏത് തരത്തിലായിരിക്കും? അതുമായി ബന്ധപ്പെട്ട് ലഭ്യമാകുന്ന വിവരങ്ങൾ, ഒപ്പം തന്നെ ഈ നഷ്ടപരിഹാരവുമായി ബന്ധപ്പെട്ട് ഇപ്പോഴും നിലനിൽക്കുന്ന ആശങ്ക, അത് പരിഹരിക്കാൻ എന്തെങ്കിലും നീക്കങ്ങളോ നടപടികളോ ഉണ്ടാകുമോ അഭിജിത്ത്? ഇന്ന് രാവിലെയാണ് ഒരു നിയമസഭാ പരിസ്ഥിതി സമിതിയുടെ നേതൃത്വത്തിലുള്ള സംഘം ഇവിടെ എത്തി സന്ദർശനം നടത്തിയത്. വിലങ്ങാട് വിശദമായ ഒരു പരിശോധന, ഒരു പഠനം ഇവരുടെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു. EK വിജയൻ MLA നേതൃത്വത്തിലുള്ള സമിതിയാണ് ഇവിടേക്ക് എത്തുകയും ചെയ്തത്. 6ഓളം MLA മാരുണ്ടായിരുന്നു. അവർ പ്രധാനമായും ഈ ഉരുൾപൊട്ടലുണ്ടായ മേഖലകൾ സന്ദർശിച്ചു, നാശനഷ്ടങ്ങൾ വിലയിരുത്തി. ഒപ്പം ഒരു പഠനവും അവരുടെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു. വിവിധ വകുപ്പുകളിൽ നിന്ന് റിപ്പോർട്ടുകൾ തേടിക്കൊണ്ട് ഒരു വിശദമായ ഒരു റിപ്പോർട്ട് അത് സർക്കാരിലേക്ക് സമർപ്പിക്കുമെന്നുള്ള കാര്യമാണ് EK വിജയൻ MLA വ്യക്തമാക്കിയിട്ടുള്ളത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ പുനരധിവാസവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അതിൽ NIT സംഘം 2 ആഴ്ചയ്ക്കുള്ളിൽ ഇവിടേക്ക് എത്തും. ആ NIT സംഘത്തിന്റെ കൂടി പരിശോധനയ്ക്ക് ശേഷമാകും ഈ പുനരധിവാസവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഒരു തീരുമാനമെടുക്കുക. ഒപ്പം തന്നെ ഈ ഡ്രോണൊക്കെ ഉപയോഗിച്ചുള്ള പരിശോധന അതുകൂടി ഇനിയും നടക്കേണ്ടതുണ്ട്. അതുകൂടി നടന്നു കഴിഞ്ഞാൽ മാത്രമേ ഏതൊക്കെ രീതിയിലുള്ള നാശനഷ്ടങ്ങളാണ് ഉണ്ടായിട്ടുള്ളത്, ഏതൊക്കെ ഭാഗങ്ങളാണ് ഈ രീതിയിൽ പുനരധിവാസം സാധ്യമാകാത്ത രീതിയിൽ നശിച്ചിട്ടുള്ളത് തുടങ്ങിയ കാര്യങ്ങളിൽ ഒരു വ്യക്തത വരികയുള്ളൂ. ഒപ്പം ഈ സ്പെഷ്യൽ പാക്കേജുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലും ഒരു തീരുമാനം ഉണ്ടാകേണ്ടതുണ്ട്. അത് ഒരു സ്പെഷ്യൽ പാക്കേജ് കർഷകർക്കായി അനുവദിക്കാനുള്ള കാര്യത്തിൽ ഏറെക്കുറെ തീരുമാനമായിട്ടുണ്ട് എന്ന കാര്യമാണ് നിലവിൽ ഈ നിയമസഭാ സമിതി, പരിസ്ഥിതി സമിതിയുടെ ഭാഗത്തുനിന്ന് ലഭിക്കുന്ന മറുപടി. അങ്ങനെ വിശദമായ ഒരു പഠനം നിലവിൽ ഈ സമിതിയുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടുണ്ട്. അതിലൊരു റിപ്പോർട്ട് അവർ ഉടൻ തന്നെ സർക്കാരിന് സമർപ്പിക്കുകയും ചെയ്യും. ഈ ധനസഹായവുമായി ബന്ധപ്പെട്ടുള്ള ഒരു ആശങ്ക ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. ഏത് രീതിയിലാണ് ഇവർക്കൊരു അടിയന്തര ധനസഹായം എത്തിക്കേണ്ടത് എന്നുള്ളതിൽ ഒരു അവ്യക്തതയുണ്ട്. കാരണം അവിടെ പലരും ഇപ്പോൾ വാടക വീടുകളിൽ കഴിയുന്നുണ്ട്, കൃഷി നശിച്ചവരുണ്ട്. വിലങ്ങാട് ദുരന്തഭൂമിയിൽ പഠനം തുടരും, കൂടുതൽ സഹായത്തിന് വേണ്ട നടപടികൾ സ്വീകരിക്കുമെന്ന് നിയമസഭാ സമിതി വ്യക്തമാക്കുന്നു. അഭിജിത്ത് മുഴക്കുന്ന് അതിന്റെ വിശദാംശങ്ങൾ നൽകുകയായിരുന്നു.